ആക്രി 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 വിൽക്കാനുണ്ടോ? പഴയ ബുക്ക്, പേപ്പർ, ഇരുമ്പ്, ചിരട്ട എടുക്കും, പഴയ ചിരട്ട. ആക്രി ആക്രി. മാമാ ഞാൻ മാമന്റെ അവിടെ സ്ഥിരമാക്കിയാല. എന്റെ അവിടെ സ്ഥിരാക്കാനാ? മക്കള് വരണ്ടോ? മക്കള് അമ്മേ അവൻ്റെ കൊണ്ടുപിടിക്കുന്നത് ആക്രി ചമക്കാനല്ല. നിന്റെ അമ്മ അറിഞ്ഞാല് മകനെ കൊന്നുകളയും. അമ്മ അങ്ങനെയൊക്കെ പറയും. എനിക്ക് പൈസ ഉണ്ടാക്കി ഇപ്പോഴത്തെ ചേട്ടന്മാരെ ഒട്ടിക്കുമല്ലോ, മറ്റേ ജിഞ്ചർ ബൈക്ക് അതെടുക്കണം. ജിഞ്ചറ മണ്ണ കേട്ടെ ഇങ്ങോട്ട് വാടാ പറഞ്ഞു. നീ പഠിച്ചേ പല മന്ത്രി MLA കാണണം. എങ്കിലേ മാമന് 10 എടുത്ത് പറയാൻ പറ്റൂ. എന്റെ സഹോദരമായി വലിയ നല്ല നിൽക്കണം കേട്ടോ. മാമ എനിക്ക് MLA മന്ത്രി ആവണ്ട, എനിക്ക് IAS ആയാൽ മതി. അത് മക്കൾ അങ്ങോട്ട് പോണ വഴിക്കാണെങ്കിൽ കിട്ടും. മാസി തരാൻ മക്കളെ പഴയതെല്ലാം അയ്യോ മാമനെ കൊണ്ട് വയ്യ, അത് പഠിച്ചെടുക്കാനുള്ള സാധനം. ഒരു മുണ്ട കൊടുത്ത് ഒരു മാമൻ കിടന്ന് എത്തുന്നത് വല്ല കളനാറ്റ തന്നെ എന്തോ ഇല്ലേ തന്നെ. ഏയ് ചേട്ടാ, ചേട്ടാ ഇവിടെ ഉള്ള ആളാണോ? ഇല്ല. അയ്യോ ചേട്ടാ ഇവിടെ ഉള്ള ആളായിരുന്നു. ഒരു കാര്യം ചോദിക്കാറ്. ഞാൻ ഇവിടത്തെ ആളെ എവിടത്തെ ആളാവട്ടെ, ഞാൻ ഒരു ഇന്ത്യൻ പൗരല്ലേ. ചേട്ടാ കാര്യം പറ. നമ്മളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ നിന്ന് അധ്യാപകനാണ്. നമ്മൾ ഈ സ്കൂളിൽ ഓരോ പഠനം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വേറെ സ്കൂളിലോട്ട് പോകും. അപ്പം ഞങ്ങളെ ക്ലാസ്സിലേക്ക് കുറെ കുഞ്ഞുങ്ങൾ വേണം. അപ്പം ഈ പരിസരത്തൂടെ കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സാറിനൊരു ജോലിയില്ല സാറേ? പിള്ളേരെ പിടിക്കാൻ തരുന്നു. നിങ്ങളെ സ്കൂളിൽ നല്ല രീതിയിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ പിള്ളേരെ പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ പറയല്ലേ ഇന്ത്യൻ പൗരൻ. നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഈ പരിസരത്ത് വേറെ ഒരൊറ്റ സ്കൂളിൽ പഠിപ്പിക്കും. അത് കുട്ടികൾക്ക് അറിഞ്ഞുകൂടുന്നേ. അതുകൊണ്ടാണ് ഇവർ മറ്റുള്ള സ്ഥലങ്ങളിൽ പോണത്. നമ്മളെ സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കുകയൊന്നുമില്ല. സമയത്തിന് കഞ്ഞിട്ട് സാറിന്റെ സ്കൂളിൽ അങ്ങനെ. ഇത് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ചെറുക്കനെയാണ് താൻ ഈ ആക്രി വിൽക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്നത്. ബാലവേലയ്ക്ക് തന്നെ പിടിച്ച് അകത്തിടും കേട്ടോ. താൻ ഏതെങ്കിലും സ്ഥാപനം നടത്തി അവിടെ ഇരുന്ന് താൻ ഒറ്റ കച്ചവടം ചെയ്യും. അല്ലാതെ വീട് തോറും ആക്രി ഉണ്ടോ എന്ന് വിളിച്ചു കേട്ട്. സാറേ ഞാൻ ആക്രി പറക്കണത് സാറ് പിള്ളേരെ പിടിക്കുന്നത് നിങ്ങൾ രണ്ടും ഒന്നു തന്നെ. സാറേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10,000 നെല്ലുണ്ടെങ്കിൽ അങ്ങ് പൂഞ്ഞാറിൽ നിന്നും വരും എലി ഇവിടെ നെല്ല് തിന്നെ. സാർ ഉദ്ദേശം മനസ്സിലായല്ലേ? 2 മാസം വെക്കേഷൻ ആവുന്നുണ്ട്. അതിന് മുമ്പ് ഇറങ്ങിക്കോണം സാറന്മാര് കുറെ ഇതേപോലെ പിള്ളേരെ പിടിക്കാൻ. പഴയ ബുക്ക്, പേപ്പറ്, അലുമിനിയം പാത്രം. ശിവന് വല്ല അറിയാമോ സ്കൂളിൽ സാറായിട്ട് ഇങ്ങനെ അവസ്ഥ പിടിച്ചു വെക്കണമെങ്കിൽ എന്തെല്ലാം പരിപാടി ആക്രമിക്കും പോലെ എന്നാണ് എന്റെയൊക്കെ വിചാരം. പഴയ ബുക്ക്, പേപ്പർ, ഇരുമ്പ്. എൻ്റെ കൂടെ കൂടിയപ്പോൾ ഞാനും ഇതായിപ്പോയി. പിള്ളേരെല്ലാം ഉണ്ടാകുന്നു ദൈവമേ.